ഹലോ, എന്താ ഉല്ലാസേട്ട ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് വെച്ച്? ചില പാട്ടുകൾ വഴിമാറി ഇങ്ങോട്ടൊക്കെ വരുന്നു. ഉല്ലാസേട്ടനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കിട്ടുണ്ണേട്ടൻ ദേ പറയാ, ഞാൻ വരാടാ ഉല്ലാസേ നിന്റെ ചമ്മല് മാറ്റാന്ന്. കിട്ടുണ്ണേട്ടാ ഓടി വരൂ, എന്നെ രക്ഷിക്കൂ. കിട്ടുണ്ണേട്ടാ ഇതെന്തെങ്കിലും ചിരിച്ചോണ്ട് വരണേ? പിന്നെ അത്രയും കാറ്റുകൊണ്ട് കുളിരി കൂടുമല്ലേ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വിശേഷം. ഉല്ലാസേ, സുഹൃത്തല്ലേ? പരമസുഖം. ഉല്ലാസേ, ഓ ഞാനെല്ലാം കാണുന്നുണ്ട്. ഉല്ലാസേട്ടൻ ചോദിക്കണേ, മണി ഓർഡർ കൊടുക്കാൻ പറ്റുമെന്ന്. നിന്റെ വായിക്കാത്ത ആരും ഇല്ലടാ ഒന്ന്. കിട്ടുണ്ണി ചേട്ടാ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞ് ഇവിടെ ഞങ്ങളൊരു കോൽക്കളിയൊക്കെ കളിച്ച് ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് കിട്ടുണ്ണി ചേട്ടാ. അല്ലല്ലേ ആ മോനെ ഉല്ലാസേ, എന്താണ് കിട്ടുണ്ണേട്ടാ? വീട്ടിൽ പോയിട്ട് മൺചിത്രത്താഴ് സിനിമയൊന്നും ഇട്ടിട്ട് കാണണം കേട്ടോ. എന്തിനാണ് കിട്ടുണ്ണേട്ടാ? ഒന്ന് കാണ്. ഞാൻ കണ്ടതാണ്, ഒരുപാട് തവണ കണ്ടാണ്. എങ്ങനെയുണ്ട്? നല്ല പടമാണല്ലോ. കിട്ടുന്നേട്ടാ, ഓ, അടുത്ത പ്രാവശ്യം വരുമ്പോ ഒന്ന് ഡൈ ചെയ്തിട്ട് വരണം, നരയൊക്കെ കളഞ്ഞേട്ടോ. നീ ഇപ്പഴും ഇവിടെ ഉണ്ടാടാ? കിട്ടുണ്ണി ചേട്ടാ, ഈ കേടായ ചില സാധനങ്ങൾ നന്നാക്കാൻ വല്ല അങ്ങനെയുള്ള പ്ലാനിങ് ഉണ്ടാ കിട്ടുണ്ണി ചേട്ടാ? ഇല്ല, അതൊന്നും ചെയ്യാൻ പറ്റൂല. ജസീലേ, നീ കേരളത്തിലെ ആണുങ്ങളെ വംശനാശത്തിന് ഇറങ്ങിയൊക്കെയാണോ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. കിട്ടുണ്ണേട്ടാ, ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും ചെയ്തില്ല. നീ ഒന്നും കണ്ടില്ല, പക്ഷെ നാട്ടുകാരെല്ലാം കണ്ട്. കിട്ടുണ്ണിയേട്ടാ, കിട്ടുണ്ണിച്ചേട്ടനെ പറ്റി ഒരു പാട്ടുണ്ടാക്കിയ ഒന്ന് ആലപിച്ചോട്ടെ. നിന്നെ കൊല്ലും ഞാൻ. ഈ ലോകത്ത് നിനക്ക് എന്നെ പറ്റി കൂടെ പാട്ട് പാടാവുള്ളൂ, രാമദ്രോഹി. കിട്ടുണ്ണിച്ചേട്ടാ കൊട്ടേലെന്താണ്? അവനെ വാക്കിയാത്തിട്ട് അടിച്ചോറാരെങ്കിലും. കിട്ടുണ്ണിച്ചേട്ടാ, ആ പറ മക്കളെ. പുരാവസ്തുക്കളൊക്കെ എടുത്തോണ്ട് പോവോ? അതാരാണ്? എന്റെ അടുത്ത് നിപ്പുണ്ട്. ആര്? തങ്കച്ചനാ? കിട്ടുണ്ണി ചേട്ടാ, എടുത്തോണ്ട് പോകുമ്പോഴേ ഒന്നെടുത്താ ഒന്ന് ഫ്രീ. അതാര്? എന്നെ കൊണ്ടുപോയി ഇത് കൊണ്ടുപോയിക്കാതെ. ഞാൻ പോയില്ല. കിട്ടുണ്ണേട്ടാ, ഈ ഫാൻ മാറ്റി AC ആക്കി കൂടെ? ഒരു മാസം വീട്ടിൽ ഇരുന്ന് തണുപ്പ് കൊണ്ട് പോരെ. ഇങ്ങോട്ട് വന്നേലേ ഉള്ളു, എന്നിട്ട് വീണ്ടും തണുപ്പ് കൊള്ളണോ? കിട്ടുണ്ണി ചേട്ടാ, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമില്ലടാ, പച്ച പപ്പായ കറയോടുകൂടി വെട്ടിക്കണ്ടിച്ച് തിന്നാ മതി. നിനക്ക് വേണ്ടിയുള്ള ചികിത്സയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അല്ല കിട്ടുണ്ണിച്ചേട്ടാ, കിട്ടുണ്ണിച്ചേട്ടൻ ആരാണ് നീലം മുക്കിയത്? എന്റെ കളർ ഇതാണ്ടാ മോനെ. പ്ലുമെന്നാണോ പേര്? നിനക്കൊരു അറുമ്പാതോരുടെ ഏതെല്ലാം ഇടി തെങ്ങി വിട്ടുണ്ടാ തല വെട്ടിയിരുന്നെങ്കിൽ. കിട്ടുണ്ണേട്ടാ, ലക്ഷ്മി, നീ പതിവിലും സന്തോഷവതിയായിരിക്കുന്നു. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട ഇങ്ങനെ ചിരിക്കാതിരിക്കുക കിട്ടുണ്ണേട്ടാ. അതെ, കിട്ടുണ്ണേട്ടനും കണ്ടപ്പോ ചെറിയൊരു ചിരി വന്നില്ലേ? എനിക്ക് നിന്റെ മുഖം കണ്ടാണ് ചിരി വന്നത്. കിട്ടുണ്ണിച്ചേട്ടാ, ഇവിടെ ഒരു ഐശ്വര്യ എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒന്ന് മിണ്ടിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? അയ്യോ, വാക്കിയാത്ത് കറണ്ട് എടുപ്പിച്ച പോലും മിണ്ടില്ല മക്കളെ, എന്നെ കൊണ്ടൂല. കിട്ടുണ്ണി ചേട്ടാ, കിട്ടുണ്ണി ചേട്ടന് ആണാണോ പെണ്ണാണോ? ഞാനോ? നിനക്ക് എന്നെ കണ്ടിട്ട് എന്തായിരുന്നു തോന്നുന്നു? അല്ല, എനിക്ക് കണ്ടിട്ട് ഒന്നും തോന്നില്ല, അതാണ്. ഒന്നും തോന്നൂല നിനക്ക്, അതാണ് നീ ഇപ്പോഴും 55 വയസ്സിൽ കിഴങ്ങ് പോലെ ഇങ്ങനെ നടക്കണത്. കിട്ടുണ്ണേട്ടാ, ഉല്ലാസേ, ഒഴിവ് സമയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നു മോനെ. ഓ ശരി. മാസശമ്പളമാണോ ദിവസക്കൂലിയാണോ? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്നതൊക്കെ കിട്ടും പോലെ മേടിക്കും. കിട്ടുണ്ണേട്ടാ, ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഗെയിം കളിക്കണേക്കാളും കിട്ടുണ്ണേട്ടൻ വരണത് കാണാൻ എല്ലാവരുടെ എക്സൈറ്റ്മെന്റ്. എന്താ സമ്മാനം കൊണ്ടുവന്നിട്ടില്ലെന്ന് അറിയാനേ. പിന്നെ കിട്ടുണ്ണേട്ടാ വരുവോ? സമ്മാനമായിട്ട് വരുവോ? എന്നെ തൊടരുത്. ഇല്ലില്ല, എന്നെ തൊട്ടാ എന്റെ എനിക്കറിയാം. എനിക്കറിയാം. തൊട്ടിട്ടില്ല എന്റെ കിട്ടുണ്ണേട്ടാ. ഇന്നലത്തെക്കാളും കുറച്ച് കാലം കൂടുതലുണ്ടോ സംശയം. കണ്ണടയ്ക്കാം. റെഡി, 1 2 3 നോക്കിക്കോളൂ. എല്ലാവർക്കും സമ്മാനം ഇഷ്ടപ്പെട്ടോ? കിട്ടുണ്ണി ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? കിട്ടുണ്ണി ചേട്ടാ പെട്ടിക്കട വല്ലതും നടത്തുന്നുണ്ടോ? അല്ല, ഈ നാരങ്ങ മുട്ടായി, കപ്പലണ്ടി മുട്ടായി, ബീഡി, സിഗരറ്റ് ഇതൊക്കെ കൊണ്ടുവരണേ. ഇത് സൈഡ് വാര കച്ചവടം നടത്തുന്ന പരിപാടി അല്ലേ ഇത്? നിങ്ങൾക്കൊക്കെ പറ്റിയ സമ്മാനമാണ് ഞാൻ കൊണ്ടുവരുന്നത്. തന്നല്ലേ? ഞങ്ങളെ പോലീസ് കൂടി ചാത്താക്കുവോ? ഇല്ല തങ്കച്ച, മുട്ടായി കുറേച്ച തിന്നണം. നിനക്ക് ഷുഗർ 550 ആണ്, ഓർമ്മ വേണം കേട്ടാ. കിട്ടുണ്ണേട്ടാ, നാളെയെങ്കിലും കിട്ടുന്ന
കിട്ടുന്നേട്ടൻ ഒരു കാര്യം ചെയ്യണം, നാളെയെങ്കിലും അപ്പുറത്തെ ടീം ഒന്ന് ജയിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല മകളെ, അവർക്ക് കഴിവ് വേണം, എന്നാലേ അവര് ജയിക്കൂ. അല്ലാതെ ഈ അന്തരീക്ഷത്തിൽ തൂങ്ങി കിടക്കണം ഞാൻ എന്തിനു ചെയ്യാൻ. ശരി കിട്ടുന്നേട്ടാ. ഓക്കെ, ടാറ്റ, ഗുഡ് Thank you for your നൈറ്റ്. gift. Miss you. ഉല്ലാസേ, ഒരു ശ്രദ്ധ വേണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോളാവേ.